നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി സർക്കാർ ഒരുക്കിയ ടൗൺഷിപ്പ് സന്ദർശിക്കാനെത്തിയ മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ വിവാദങ്ങൾക്ക് വിരാമമിട്ട CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. മമ്മൂട്ടി തന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും വ്യക്തിപരമായി അദ്ദേഹം പങ്കുവച്ച ഒരു ആശങ്കയെ ചില കേന്ദ്രങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഉണ്ടായതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ റഫീഖ് വ്യക്തമാക്കി. ടൗൺഷിപ്പ് സന്ദർശന വേളയിൽ മമ്മൂട്ടിക്ക് ചുറ്റുമുണ്ടായ തിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിച്ച കെ റഫീഖിനോട് നടൻ മാറി നിൽക്കാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. മമ്മൂട്ടി ജനപ്രതിനിധികളെയും രാഷ്ട്രീയ നേതാക്കളെയും അപമാനിച്ചുവെന്ന രീതിയിൽ സൈബർ ഇടങ്ങളിൽ വിമർശനമുയർന്നതോടെ വിഷയത്തിൽ വ്യക്തതയുമായി റഫീഖ് തന്നെ രംഗത്തെത്തിയതാണ്. വിവാദങ്ങൾക്ക് പിന്നാലെ മമ്മൂട്ടി തന്നെ നേരിൽ വിളിച്ചതായും കാര്യങ്ങൾ സംസാരിച്ചതായും റഫീഖ് അറിയിച്ചു. മാറി നിൽക്കൽ പരാമർശം മോശമാക്കാൻ പറഞ്ഞതല്ലെന്നും തെറ്റായ ഉദ്ദേശത്തിലല്ല പറഞ്ഞതെന്നും മമ്മൂട്ടി റഫീഖിനോട് പറഞ്ഞു. വ്യക്തിപരമായ ഈ സംഭാഷണത്തെ അപമാനമായി ചിത്രീകരിച്ച് വഷളാക്കിയത് ചില മാധ്യമങ്ങളും വലതുപക്ഷ സൈബർ കേന്ദ്രങ്ങളുമാണെന്നും ജില്ലാ സെക്രട്ടറി കുറ്റപ്പെടുത്തി. ടൗൺഷിപ്പ് സന്ദർശനത്തിലുടനീളം കൂടെ നടന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത്? നിങ്ങൾ എപ്പോഴും എൻ്റെ ഒപ്പം നടന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ വിചാരിക്കും എന്നായിരുന്നു മമ്മൂട്ടിയുടെ ചോദ്യം. പിന്നാലെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പുനരധിവാസ ടൗൺഷിപ്പിന്റെ തിളക്കം കുറയ്ക്കാൻ ഇത്തരം വിവാദങ്ങൾ ഇടയാക്കരുത്. ദുരന്തബാധിതരുടെ പുഞ്ചിരിക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മമ്മൂട്ടിയുടെ പെരുമാറ്റത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ചേരിതിരിവ് ദൃശ്യമായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: മലയാളത്തിന്റെ മഹാനടൻ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി ഒരുക്കിയ ടൗൺഷിപ്പിൽ എത്തിയത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹം അവിടെ എത്തുമ്പോൾ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തുണ്ടായിരുന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് തിരക്കും ബഹളവും പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് അലോസരമുണ്ടാകരുതെന്ന നിലയിൽ ജാഗ്രതയോടെ ആ സമയം അവിടെ ഇടപെട്ടത്. ഇത്തരം ഇടപെടലുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്ന കൺസേൺ ആണ് മമ്മൂട്ടി എന്നോട് പങ്കുവച്ചത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ടൗൺഷിപ്പിൽ വരുന്നവരെ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നത് എപ്പോഴും നമ്മുടെ എല്ലാം രീതിയാണ്. എന്നാൽ അത് മറ്റൊരു നിലയിൽ വായിക്കപ്പെട്ടേക്കാം എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ശ്രീ മമ്മൂട്ടി എന്നെ നേരിൽ വിളിക്കുകയും ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ ശ്രീ മമ്മൂട്ടി എന്നോട് വളരെ വ്യക്തിപരമായി പറഞ്ഞ ഒരു കൺസേൺ വ്യക്തിപരമായി അപമാനിക്കുന്ന നിലയിൽ എനിക്കെതിരായി ചില മാധ്യമങ്ങളും വലത് സൈബർ കേന്ദ്രങ്ങളും പ്രചരിപ്പിച്ചതാണ് വിഷയം ഈ നിലയിൽ വഷളാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ വൈകാരികമായി മുറിപ്പെട്ട് പ്രതികരിച്ചവരുടെ എല്ലാം ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നു. എന്നാൽ ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയിലും മാനവികതയിലും സഹജീവി സ്നേഹത്തിലും പടുത്തുയർത്ത ലോകത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന ഒരു ഇടപെടലിന്റെ തിളക്കം കുറയ്ക്കുന്ന നിലയിൽ ഈ വിവാദങ്ങൾ വളരരുത് എന്നാണ് എല്ലാവരോടും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്. മലയാളിയുടെ പ്രിയപ്പെട്ട നടനായി എല്ലാ കാലവും നമ്മളെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ശ്രീ മമ്മൂട്ടി നമ്മുടെ ടൗൺഷിപ്പിൽ എത്തിയത് വളരെ പോസിറ്റീവായി മാത്രം ചർച്ച ചെയ്യപ്പെടട്ടെ. എല്ലാവരും വിവാദങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മമ്മൂട്ടി മഹാനായ മലയാളിയാണ്. അദ്ദേഹം മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് നേരിൽ തന്നെ എന്നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വലിപ്പത്തിൽ എല്ലാവരും ഈ വിഷയം കാണണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ വാദപ്രതിവാദങ്ങളും അവസാനിപ്പിക്കണമെന്നുമാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. ദുരന്തം ജീവിതം താറുമാറാക്കിയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞാൽ പരിഭവങ്ങളും തർക്കങ്ങളും മാറ്റിവെച്ച് നമുക്ക് ചേർന്ന് നിൽക്കാൻ എന്താണ് തടസ്സം? ഒരു ദിവസം മുമ്പ് മമ്മൂട്ടിയുടെ ശബ്ദ സന്ദേശം ആഘോഷപൂർവ്വം പങ്കുവെച്ചവർ തൊട്ടടുത്ത ദിവസം മഹാനടനെ സൈബറിടത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ച കണ്ട് മമ്മൂട്ടി ആരാധകർ ഞെട്ടുകയാണ്. സഖാക്കൾ തങ്ങളുടെ സ്വന്തമെന്ന് കരുതുന്ന മമ്മൂട്ടിയുടെ വാക്കുകൾ അവർക്ക് സുഖിച്ചില്ല എന്നതാണ് സൈബർ ആക്രമണത്തിന് ഇടയാക്കിയത്. വയനാട് ടൗൺഷിപ്പിൽ സ്വകാര്യ സന്ദർശനത്തിനിടെ മമ്മൂട്ടി CPM ജില്ലാ സെക്രട്ടറി റഫീഖിനോട് നടത്തിയ പരാമർശങ്ങളായിരുന്നു CPM സൈബർ ഹാൻഡിലുകളെ ഒറ്റ ദിനം കൊണ്ട് മമ്മൂട്ടിയുടെ എതിരാളികളാക്കിയത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ റഫീഖിന്റെ ഇടപെടൽ പുകഴ്ത്തുന്നതിനൊപ്പമായിരുന്നു മമ്മൂട്ടിക്കെതിരെ വ്യക്തി അധിക്ഷേപം ഉൾപ്പെടെയുള്ള വിമർശനം. പ്രമുഖ CPM അനുകൂല ബ്ലോഗർമാരും മമ്മൂട്ടിക്കെതിരെ വീഡിയോകളുമായി രംഗത്ത് വന്നു. സർക്കാരും CPM-ഉം PR വർക്കിന് വേണ്ടി വ്യാപകമായി ഉപയോഗിച്ച ടൗൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മമ്മൂട്ടി നടത്തിയ പ്രതികരണവും ഇവർക്ക് ദഹിച്ചിട്ടില്ല. ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ ടൗൺഷിപ്പിൽ കാണുന്നതെന്നും ഇതൊരു സാമൂഹ്യ മൂലധനമാണെന്നായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം. നേരത്തെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ചടങ്ങിൽ മമ്മൂട്ടിയുടെ പ്രസംഗത്തിലെ പരാമർശങ്ങളും ഇടത് സൈബർ കേന്ദ്രങ്ങൾക്ക് രസിച്ചിരുന്നില്ല. രാജപാതകളും കെട്ടിടങ്ങളും അല്ല വികസനമെന്നും അതിദാരിദ്ര്യത്തിൽ നിന്നേ മുക്തമായിട്ടുള്ളൂ, ദാരിദ്ര്യം ഇനിയും ബാക്കിയാണെന്ന് അന്ന് മമ്മൂട്ടി പറഞ്ഞത്. അതേസമയം മമ്മൂട്ടിയെ ഉപയോഗിച്ച് സർക്കാരും CPM-ഉം
നടത്താൻ ലക്ഷ്യമിട്ട PR നീക്കമാണ് നടന്റെ പ്രതികരണങ്ങളിലൂടെ പൊളിഞ്ഞതെന്നാണ് UDF സൈബർ ഹാൻഡിലുകൾ തിരിച്ചടിക്കുന്നത്.